Hello friends, today let us discuss about carbohydrates. Okay, we will see the definition of carbohydrates, its classifications, examples and function. Okay, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് carbohydrates എന്ന് നോക്കാം. അപ്പോൾ previously this carbohydrate is defined as hydrates of carbon. Carbohydrateന്റെ മീനിങ് തന്നെ hydrates of carbon എന്നാണ്. And these are the molecule that containing carbon, hydrogen and oxygen. Usually ഈ കാർബോഹൈഡ്രേറ്റിന്റെ ഹൈഡ്രജനും ഓക്സിജൻ യൂണിറ്റ്സ് റേഷ്യോ അത് will be similar to water, which means usually ഇതിന്റെ ഹൈഡ്രജനും ഓക്സിജനും 2:1 റേഷ്യോയിലായിരിക്കും. Okay, and the empirical formula of carbohydrate is CN. ഇത് 2:1 ആയതുകൊണ്ട് H2O N എന്നാണ് empirical formula, general formula of carbohydrates. പക്ഷെ ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഡിയോക്സി റൈബോസ് അത് നമുക്കറിയാം, അതൊരു ഇമ്പോർട്ടൻറ്റ് ഷുഗർ ആണ്. DNA കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഷുഗർ ആണ് ഡിയോക്സി റൈബോസ് എന്ന് പറയണത്. പക്ഷെ ഈ കാർബോഹൈഡ്രേറ്റ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ the empirical formula, like general formula of carbohydrate. അതാണ് ആദ്യത്തെ എക്സെപ്ഷൻ. ഇനി ബാക്കിത്തെ എക്സെപ്ഷൻ എന്താന്ന് വെച്ചാൽ ലാക്ടിക് ആസിഡും അസിഡിക് ആസിഡും ആർ നോട്ട് കാർബോഹൈഡ്രേറ്റ്. ലാക്ടിക് ആസിഡും അസിഡിക് ആസിഡും അവർ കാർബോഹൈഡ്രേറ്റ് അല്ല, പക്ഷേ they satisfy the formula of carbohydrates. അതുകൊണ്ട് തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിന് ഈ ഒരു ഡെഫിനിഷൻ വെക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു ന്യൂ ഡെഫിനിഷൻ, കാർബോഹൈഡ്രേറ്റ്സ് ആർ കെമിക്കലി ഡിഫൈൻഡ് ആസ് പോളിഹൈഡ്രോക്സി കീറ്റോൺ ഓർ ആൽഡിഹൈഡ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും അതിനെ പറയാം, ദീസ് ആർ കോംപ്ലക്സ് സബ്സ്റ്റൻസസ് വിച്ച് ഓൺ ഹൈഡ്രോലൈസിസ് ഈൽഡ് പോളിഹൈഡ്രോക്സി കീറ്റോൺ ഓർ ആൽഡിഹൈഡ്. ഓക്കെ, ഇതാണ് വേറെ ഡെഫിനിഷൻ. എന്ന് വെച്ചാൽ നമുക്കതിനെ കാർബോഹൈഡ്രേറ്റ്സിന് പോളിഹൈഡ്രോക്സി കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ കോംപ്ലക്സ് സബ്സ്റ്റൻസ്. ആ കോംപ്ലക്സ് സബ്സ്റ്റൻസ് അതിന്റെ ഹൈഡ്രോളിസിസ് വഴി നമുക്ക് പോളിഹൈഡ്രോക്സി കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ സബ്സ്റ്റൻസിന് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയാം. അപ്പൊ ഇതാണ് ഡെഫിനിഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, നമുക്കിനി കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഓർ ഗ്ലൈക്കോസിസ് അല്ലെങ്കിൽ ആൻഡ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഓർ ഗ്ലൈക്കൻസ്. ഇങ്ങനെ രണ്ടായിട്ടാണ് കാർബോഹൈഡ്രേറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി സിമ്പിൾ കാർബോഹൈഡ്രേറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് മോണോസാക്രൈഡ്സ് ആൻഡ് ഡൈസാക്രൈഡ്സ്. അതേപോലെ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: oligosaccharides and polysaccharides. ഇനി നമുക്ക് മോണോസാക്രൈഡ്സ് എന്താന്ന് നോക്കാം. മോണോസാക്രൈഡ്സ് are the simplest carbohydrates, which means it contain one sugar unit. It contain a single sugar unit. ഇനി അതേപോലെ തന്നെ this monosaccharides contain 3 to 7 carbon atoms. അപ്പോൾ മോണോസാക്രൈഡിൽ ടോട്ടലായിട്ട് നമ്മൾ നോക്കുമ്പോൾ 3 to 7 കാർബൺ ആറ്റംസേ കാണുള്ളൂ. അങ്ങനത്തെ 3 to 7 കാർബൺ ആറ്റംസ് അടങ്ങിയ ഒരു സിംഗിൾ ഷുഗർ യൂണിറ്റ് ആയിരിക്കും മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഇനി ഡൈസാക്രൈഡ്സ് എന്താണെന്ന് വെച്ചാൽ, ഡൈസാക്രൈഡ്സ് ദീസ് ആർ കമ്പോസ്ഡ് ഓഫ് 2 monosaccharides. ഒലിഗോസാക്രൈഡ്സ് എന്താന്ന് വെച്ചാൽ, ഒലിഗോസാക്രൈഡ്സ് കണ്ടെയ്ൻ 3 to 10 monosaccharides. ഓക്കെ, അതേപോലെ പോളിസാക്രൈഡ്സ് കണ്ടെയ്ൻ മോർ ദാൻ 10 monosaccharides. ഓക്കെ, ഇനി ഈ ഡൈസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ് ഇതിലെ മോണോസാക്രൈഡ്സ് തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് വഴിയാണ്. ഓക്കെ, ഇതാണ് ഒരു
കാർബോഹൈഡ്രേറ്റിന്റെ ജിസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഒരു ജിസ്റ്റ് ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനായ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിലെ മോണോസാക്കറൈഡിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് സിംഗിൾ ഷുഗർ യൂണിറ്റ് having 3 to 7 carbon atoms. Okay, fine. ഇനി നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് മോണോസാക്കറൈഡിന്റെ സ്കെലിട്ടൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലീനിയർ അൺബ്രാഞ്ച്ഡ് കാർബൺ ആറ്റം. സ്കെലിട്ടൺ ഈസ് മേഡ് അപ്പ് ഓഫ് ലീനിയർ അൺബ്രാഞ്ച്ഡ് കാർബൺ ആറ്റം വിച്ച് ഈസ് ഇങ്ങനെ ആയിരിക്കും, ജസ്റ്റ് ലീനിയർ ആയിരിക്കും, അൺബ്രാഞ്ച്ഡ് ആയിരിക്കും. കാർബൺ ആറ്റം വഴി ആണ് ഈ മോണോസാക്കറൈഡിന്റെ സ്കെലിട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിൽ ഒരു കാർബൺ ആറ്റം വിൽ ഹാവ് കാർബണൈൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. എന്ന് വെച്ചാൽ ഒരു കാർബൺ ആറ്റം വിൽ ബി എ കാർബണൈൽ കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് ക്യാൻ ബി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഓക്കെ, അപ്പോ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഒരെണ്ണം ഒരു കാർബൺ ആറ്റം കാർബണൈൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ബാക്കിയത്തെ കാർബൺ ആറ്റംസ് വിൽ ഹാവ് ഹൈഡ്രോക്സി ഗ്രൂപ്പ്, OH ഗ്രൂപ്പ് ഉണ്ടാവും. ഇനി ഈ OH ഗ്രൂപ്പ് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പും ഉണ്ടാവും. അപ്പൊ ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് skeleton will be a linear unbranched carbon atom, and one of the carbon atom will have a carbonyl functional group, and other carbon atoms will have hydroxy group which is balanced by a hydrogen group. അപ്പോൾ ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻസ് നോക്കാം. മോണോസാക്കറൈഡിലും കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ മോണോസാക്കറൈഡിന്റെ ക്ലാസിഫിക്കേഷൻ രണ്ട് ബേസ് ചെയ്തിട്ട് രണ്ട് തരമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസിൽ നമുക്ക് അതിന് ആറായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ 2 കാർബൺ ആറ്റം ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ഡയോസ് എന്ന് വിളിക്കും. 3 കാർബൺ ആറ്റം ആണെങ്കിൽ ട്രയോസ്, 4 കാർബൺ ആറ്റം ആണെങ്കിൽ ടെട്രോസ്, 5 ആണെങ്കിൽ പെൻഡോസ്, 6 ആണെങ്കിൽ ഹെക്സോസ്, 7 ആണെങ്കിൽ ഹെപ്റ്റോസ്. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ എങ്ങനെയാന്ന് വെച്ചാല് ദിസ് ഇസ് ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് മോണോസാക്കറൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ട് നമുക്ക് മോണോസാക്കറൈഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ആൽഡോസും കീറ്റോസും. നമ്മൾ പറഞ്ഞു അതിന്റെ സ്കെലട്ടണില് ഒരു കാർബൺ ആറ്റംസില് ഒരു കാർബൺ ആറ്റം കാർബണൈൽ കാർബൺ ആറ്റം ആയിരിക്കും എന്ന് പറഞ്ഞു. കാർബണൈൽ കാർബൺ ആറ്റം എന്ന് വെച്ചാല് one of the carbon atom will have carbonyl functional group. Functional group ആൽഡിഹൈഡും ആവാം അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പും ആവാം. ആൽഡിഹൈഡ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ ആ മോണോസാക്കറൈഡ് നമ്മൾ ആൽഡോസ് എന്ന് വിളിക്കും. കീറ്റോൺ ആണ് അതിന്റെ കാർബണൈൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ മോണോസാക്കറൈഡ് നമ്മൾ കീറ്റോസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് അതിന് കുറച്ച് എക്സാമ്പിൾസും ഫങ്ഷൻസും ഒക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസിന്റെ ആ ക്ലാസിഫിക്കേഷൻ ആണ്. ഇവിടെ ഞാൻ ഫോർമുലാസ് എഴുതിയിട്ടുണ്ട്. ഓരോ ക്ലാസിഫിക്കേഷന്റെ ഫോർമുലാസ് അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ആൽഡോസിന്റെ എക്സാമ്പിൾ, ഈ ഭാഗത്ത് എഴുതുന്നത് കീറ്റോസിന്റെ എക്സാമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡയോസിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഡയോസ് മീൻസ് 2 കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ 2 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ C2H4O6. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഇതിന്റെ ആൽഡോസ് ഡയോസിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൈക്കോ ആൽഡിഹൈഡ്. അപ്പോൾ ഗ്ലൈക്കോ ആൽഡിഹൈഡ് മാത്രമാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൽ ആകെയുള്ള ഗ്ലൈക്കോ ആൽഡിഹൈഡ് ആണ് കാർബോഹൈഡ്രേറ്റിൽ ആകെയുള്ള ഡയോസ്. കീറ്റോസിൽ ഡയോസ് ഇല്ല. ബിക്കോസ് ഡയോസ് എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം ഉള്ളൂ. അപ്പം കീറ്റോസിൽ നമുക്ക് ഒരു കാർബോഹൈഡ്രേറ്റ് നമുക്ക് അതിലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇന്നിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ട്രയോസ്.
ട്രയോസിന്റെ ഫോർമുലയാണ് C3H6O3. ആൽഡോസ് ട്രയോസിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലിസറാൽഡിഹൈഡ്. അതേപോലെ കീറ്റോസ് ട്രയോസിന്റെ എക്സാമ്പിൾ ആണ് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ. അപ്പോൾ ടെട്രോസിന്റെ ആൽഡോസ് എക്സാമ്പിൾ ആണ് എറിത്രോസ്. കീറ്റോസ് ടെട്രോസിന്റെ എക്സാമ്പിൾ ആണ് എറിത്രിലോസ്. ആൽഡോസ് പെൻഡോസിന്റെ എക്സാമ്പിൾ റൈബോസ്. കീറ്റോ പെൻഡോസിന്റെ എക്സാമ്പിൾ റിബുലോസ്. ആൽഡോ എക്സോസിന്റെ എക്സാമ്പിൾ ഗ്ലൂക്കോസ്. കീറ്റോസ് എക്സോസിന്റെ എക്സാമ്പിൾ ഫ്രക്ടോസ്. അതേപോലെ ഹെപ്റ്റോസിന്റെ ഹെപ്റ്റോസും കീറ്റോസ് ഹെപ്റ്റോസിന്റെ സെഡോഹെപ്റ്റോസ്. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷൻസ് നോക്കാം. ഫംഗ്ഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മോണോസാക്കറൈഡ്സ് ഫ്രം ഈ പിക്ചറിൽ നിന്ന്, ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ഫംഗ്ഷൻസ് പഠിക്കാം. ഓക്കെ, ഈ എക്സാമ്പിൾ ഫസ്റ്റ് എടുക്കാം. ഗ്ലൈക്കോ ആൽഡിഹൈഡിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല്, ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല് it is an intermediate in acetyl CoA biosynthesis. അപ്പോൾ അസിറ്റൈൽ കോയെ എന്ന മോളിക്യൂള് നമുക്കറിയാം ഇമ്പോർട്ടന്റ് മോളിക്യൂളാണ്, മെറ്റബോളിസിലെ ഇമ്പോർട്ടന്റ് മോളിക്യൂളാണ്. അപ്പൊ ആ അസിറ്റൈൽ കോയന്റെ ബയോസിന്തസിസിലെ ഒരു ഇന്റർമീഡിയറ്റ് ആണ് ഈ ഗ്ലൈക്കോ ആൽഡിഹൈഡ്. അതേപോലെ വേറൊരു ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല്, ഇപ്പൊ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്കറിയാം ഈ ഫോസ്ഫോ റിബുലോസ് കൈനോസിന്റെ ഇൻഹിബിറ്റർ ഗ്ലിസറാൽഡിഹൈഡ് ആണെന്നറിയാം. പക്ഷെ ഒരു പുതിയ ഒരു റിസർച്ചില് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഗ്ലൈക്കോ ആൽഡിഹൈഡും ഈ ഫോസ്ഫോ റിബുലോസ് കൈനസിന്റെ ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതാം. ഇൻഹിബിറ്റർ ഓഫ് ഫോസ്ഫോ റിബുലോ കൈനസ്. ഫോസ്ഫോ റിബുലോ കൈനസ് എവിടെയാ കാണുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് അസിമിലേഷനിലെ ഒരു ഒരു എൻസൈമാണ് ഫോസ്ഫോറിബുലസ് കൈനസ്. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് മോണോസാക്കറിന്റെ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, അടുത്താണ് ഗ്ലിസറാൽഡിഹൈഡും ഡൈഹൈഡ്രോക്സി അസിറ്റോണും. ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate, ഡൈഹൈഡ്രോക്സി ഫോസ്ഫേറ്റ്. അതൊക്കെ ഗ്ലൈക്കോളിസിസ് പാത്വേയില് ഇന്റർമീഡിയറ്റ് ആണ്. ഓക്കെ, ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate ഡൈഹൈഡ്രോക്സി അസിറ്റോണും ഗ്ലൈക്കോളിസിസ് പാത്വേയില് ഇന്റർമീഡിയറ്റ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എറിത്രോസ്. എറിത്രോസ് അറിയാം. എറിത്രോസ് 4-phosphate നമ്മളിവിടെ കണ്ടേക്കണേ HMP ഷണ്ടില് അല്ലെങ്കിൽ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയില് ഒരു ഇമ്പോർട്ടന്റ് ഇന്റർമീഡിയറ്റ് ആണ് എറിത്രോസ് 4-phosphate. അതേപോലെ തന്നെ ദ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ബയോസിന്തസിസ് ഓഫ് ഫിനൈൽ അലനിൻ, തൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. അപ്പൊ ഫിനൈൽ അലനിൻ, ട്രിപ്റ്റോഫാൻ, തൈറോസിൻ ഈ 3 അമിനോ ആസിഡിന്റെ ബയോസിന്തസിസിലും ഈ നമുക്ക് എറിത്രോസിനെ കാണാം. അതേപോലെ തന്നെ വൈറ്റമിൻ B6ന്റെ മെറ്റബോളിസിലും നമ്മുടെ എറിത്രോസ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. ഓക്കെ, ഇനി എറിത്രോലോസ് നോക്കാം. എറിത്രോലോസ് സാധാരണ കോസ്മെറ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മോണോസാക്കറൈഡ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല് നമ്മുടെ സ്കിന്നിനെ അത് ടാൻ ചെയ്യും. ഇറ്റ്സ് എ സൺലെസ് ടാൻ. ഓക്കെ, ഇറ്റ് ആക്ട്സ് എ സൺലെസ് ടാൻ. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ ഡെഡ് സ്കിന്നിലുള്ള അമിനോ ആസിഡ്സ് ആയിട്ട് ഈ എറിത്രോലോസ് റിയാക്ട് ചെയ്തിട്ട് ഒരു ബ്രൗണിഷ് ടാൻ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ കോസ്മെറ്റിക്സിലൊക്കെ ഈ എറിത്രോലോസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എറിത്രോലോസിന്റെ ഫംഗ്ഷൻ. ഇനി റൈബോസ് നമുക്കറിയാം നമ്മുടെ ന്യൂക്ലിക് ആസിഡിലെ ഇമ്പോർട്ടന്റ് ഷുഗർ ആണ്, ഇമ്പോർട്ടന്റ് കോമ്പോണന്റ് ആണ് റൈബോസ്. ഓക്കെ, ഇനി റിബുലോസ് നമ്മുടെ ഫോട്ടോസിന്തസിസിലൊക്കെ ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നുണ്ട്. ഓക്കെ, ലൈക്ക് നമ്മുടെ റിബുലോസ് 1,3-bisphosphate ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിലൊക്കെ നമ്മുടെ റിബുലോസ് ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റുബിസ്കോ എന്ന എൻസൈമിലൊക്കെ ഒരു കോമ്പോണന്റ് ആണ് റിബുലോസ് എന്ന് പറയുന്നത്. ഇനി ഗ്ലൂക്കോസ് ഈസ് നോൺ ആസ്
ബ്ലഡ് ഷുഗർ. ബ്ലഡ് ഷുഗർ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ വഴി നമുക്ക് എനർജി കിട്ടും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ATP. ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് ATP. അതാണ് ഗ്ലൂക്കോസിന്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ. ഇനി ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ് ഇറ്റ് ഈസ് എ ഫ്രൂട്ട് ഷുഗർ. ഫ്രൂട്ടിലൊക്കെ കാണുന്ന ഒരു ഷുഗർ ആണ്, ഇമ്പോർട്ടൻറ്റ് ഷുഗർ ആണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊരു സിഗ്നിഫിക്കൻസ്, മോണോസാക്കറിഡ് സിഗ്നിഫിക്കൻസ് നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മോണോസാക്കറിഡിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സിമ്പിൾ ഷുഗേഴ്സിലെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനായ ഡൈസാക്കറൈഡിനെ കുറിച്ച് പഠിക്കാം. Disaccharide is composed of two monosaccharide units linked by glycosidic linkage. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ, രണ്ട് മോണോസാക്കറൈഡ് ലിങ്ക് ചെയ്യുമ്പോൾ ഒരു മോണോസാക്കറൈഡിലെ OH ഗ്രൂപ്പും മറ്റേ മോണോസാക്കറൈഡിലെ H ഗ്രൂപ്പും കൂടി H2O മോളിക്യൂളായിട്ട് ഫോം ചെയ്തിട്ട് they get removed. അങ്ങനെ റിമൂവ് ആയിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. ആ ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്, വിച്ച് ഈസ് എ കോവാലന്റ് ബോണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ വാട്ടർ മോളിക്യൂൾ റിമൂവ് ആവുന്നത് കൊണ്ട് തന്നെ ഈ റിയാക്ഷൻ നമുക്ക് കണ്ടൻസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ എന്നും നമ്മൾ ഈ പ്രോസസ്സിനെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡൈസാക്കറൈഡ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡൈസാക്കറൈഡ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഡൈസാക്കറൈഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റെഡ്യൂസിങ് ഡൈസാക്കറൈഡും നോൺ റെഡ്യൂസിങ് ഡൈസാക്കറൈഡും. അപ്പോൾ റെഡ്യൂസിങ് ഡൈസാക്കറൈഡ് എന്താ? റെഡ്യൂസിങ് ഡൈസാക്കറൈഡിൽ വൺ ഓഫ് ദ ടു അനോമറിക് കാർബൺ ആറ്റം വിൽ ബി ഫ്രീ. അപ്പോൾ ഒരു കാർബണിൽ കാർബൺ ആറ്റം ഫ്രീ ആയിരിക്കും റെഡ്യൂസിങ് ഡൈസാക്കറൈഡിൽ. ഇനി എന്താണ് അനോമറിക് കാർബൺ ആറ്റം? Anomeric carbonate is a carbon derived from carbonyl carbon compound. ഇനി carbonyl carbon compound എന്താ? ഇറ്റ് ഈസ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. അപ്പൊ നമുക്ക് ഇതിന് ഇങ്ങനെ പറയാം, ഈ reducing disaccharide will have one free aldehyde or free ketone. Okay. ഇനി ഈ ആനോമറിക് കാർബൺ എന്ന് പറയുന്നത് റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ റെഡ്യൂസിങ് ഡൈസാക്കറൈഡ് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, ഫൈൻ. ഇനി നോൺ റെഡ്യൂസിങ്ങോ? ഈ നോൺ റെഡ്യൂസിങ് ഡൈസാക്കറൈഡിൽ ഈ രണ്ട് ആനോമറിക് കാർബൺ ആറ്റം ഫ്രീ ആയിരിക്കില്ല. ദേ ആർ ലിങ്കേജിൽ ദേ ആർ ഇൻവോൾവ് ഇൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പോൾ ഇതിൽ രണ്ട് ആനോമറിക് കാർബൺ ആറ്റം ഫ്രീ അല്ലായിരിക്കും. ഓക്കെ, ദേ ആർ ഇൻവോൾവ് ഇൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പോൾ ഇതിൽ ഫ്രീ ആയിട്ട് ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേ cannot act as reducing agent. ഓക്കെ, ഇനി ആനോമറിക് കാർബൺ ആറ്റം റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ this can react with phenyl hydrazine. Phenyl hydrazine ആയിട്ട് റിയാക്ട് ചെയ്യും and this form ozone. This ഇനി ഇവിടെ നോൺ റെഡ്യൂസിങ് ഡൈസാക്കറൈഡ്സ് ഫിനൈൽ ഹൈഡ്രസിൻ ആയിട്ട് റിയാക്ട് ചെയ്യില്ല. ബിക്കോസ് ദേ ആർ നോട്ട് റെഡ്യൂസിങ് ഏജന്റ്. അതുകൊണ്ട് തന്നെ ഓസോൺ ഫോം ചെയ്യില്ല. ഓക്കെ, ഇനി നമുക്ക് ഡൈസാക്കറൈഡ്സിൽ നമുക്ക് വേഗം തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ റെഡ്യൂസ്ഡ് ഡൈസാക്കറൈഡ്സിൽ ലിങ്കേജ് ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ 1 to carbon 4 ആയിരിക്കും, അല്ലെങ്കിൽ carbon 1 to carbon 6 ആയിരിക്കും. നോൺ റെഡ്യൂസിംഗിൽ carbon 1 to carbon 1ഉം
കാർബൺ 1 to കാർബൺ 2 ആയിരിക്കും ലിങ്കേജ് ഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ ഡൈസാക്രൈഡ്സ് കാണുമ്പോൾ 1 to 1 ആണെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവും ഇറ്റ്സ് നോട്ട് എ റെഡ്യൂസിങ് ഡൈസാക്രൈഡ്, ഇറ്റ്സ് എ നോൺ റെഡ്യൂസിങ് ഡൈസാക്രൈഡ്. ഇനി നമുക്ക് റെഡ്യൂസിങ് ഡൈസാക്രൈഡിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. റെഡ്യൂസിങ് ഡൈസാക്രൈഡിൻ്റെ എക്സാമ്പിളാണ് ലാക്ടോസ്. നോൺ റെഡ്യൂസിങ്ങിൻ്റെ എക്സാമ്പിളാണ് സൂക്രോസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ഡൈസാക്രൈഡ്സിന്റെ കുറച്ച് എക്സാമ്പിൾസും ആ എക്സാമ്പിൾസ് വെച്ച് കുറച്ച് ഫങ്ഷൻസ് നോക്കാം. ഓക്കെ, ഫൈൻ. ഇനി ആദ്യത്തെ എക്സാമ്പിളാണ് ലാക്ടോസ്. ലാക്ടോസ് ഇസ് മേഡ് അപ്പ് ഓഫ് ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. ഗാലക്ടോസും ഗ്ലൂക്കോസും ലിങ്ക് ചെയ്തിരിക്കുന്നത് β14 ലിങ്കേജ് വഴിയാണ്. അപ്പോൾ വിച്ച് ഇസ് C1 to C4 ലിങ്കേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ, ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഡൈസാക്രൈഡ് ആണ് ലാക്ടോസ്. ഓക്കെ, ഇനി ലാക്ടോസിന് is also called as breast milk sugar or milk sugar. അതിന്റെ മേജർ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ഫോർ ഇൻഫാൻസ്, അല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ് എനർജി ഫോർ ഇൻഫാൻസ്. അതേപോലെ തന്നെ ഈ ലാക്ടോസ് ആണ് നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രീസിലൊക്കെ ലാക്ടോസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആൽഫ ലാക്ടോസ് നമ്മൾ ഐസ്ക്രീം പ്രൊഡക്ഷനിലൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ലാക്ടോസിന്റെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ നമുക്ക് ഡൈസാക്രൈഡ് സിഗ്നിഫിക്കൻസ് ആയിട്ട് എഴുതാം. ഇനി സൂക്രോസ്, അടുത്താണ് സൂക്രോസ്. സൂക്രോസ് എന്ന് പറയുന്നത് ഇസ് മേഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ലിങ്കേജ് എന്ന് പറയുന്നത് ആൽഫ 1 to β2, എന്നുവെച്ചാൽ C1 to C2. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. ഇറ്റ്സ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. ഇനി ഇതിന്റെ ഫങ്ഷൻ നോക്കാം. അപ്പൊ പ്ലാന്റ്സ് സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് സൂക്രോസ്. പ്ലാന്റ്സിലൊക്കെ എനർജി സ്റ്റോർ ചെയ്യുന്നത് സൂക്രോസിന്റെ ഫോമിലാണ്. ഇനി ഈ സൂക്രോസ് ആണ് sucrose in plants is used for transporting nutrients in phloem. അപ്പോൾ ഒരു ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ഫ്ലോയം. ഓക്കെ, ഇനി വേറൊരു ഫങ്ഷൻ എന്ന് വെച്ചാൽ ഈ സൂക്രോസ് ഈസ് ഓൾസോ കോൾഡ് എസ് ടേബിൾ ഷുഗർ. ഇത് നമ്മുടെ പഞ്ചസാരയിലൊക്കെ പഞ്ചസാര എന്നൊക്കെ പറയുന്നത് സൂക്രോസ് ആണ്. ഇനി നമ്മൾക്ക് ഇത് ഒരു എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഡൈജസ്റ്റഡ് ഇൻ ടു സിമ്പിൾ ഷുഗേഴ്സ് ലൈക്ക് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്, ആൻഡ് ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി. ഓക്കെ, അപ്പോൾ അതാണ് സൂക്രോസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി അടുത്താണ് മാൾട്ടോസ്. മാൾട്ടോസ് ഇസ് കമ്പോസ്ഡ് ഓഫ് 2 units ഓഫ് ഗ്ലൂക്കോസ്. ലിങ്കേജ് എന്ന് പറയുന്നത് ആൽഫ 1 to 4. ആൽഫ 1 to 4 ആയതുകൊണ്ട് തന്നെ ഇത് ഒരു റെഡ്യൂസിങ് ഷുഗർ ആണ്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ ഫുഡ് ഇൻഡസ്ട്രീസിലൊക്കെ ഒരു സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് മാൾട്ടോസിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റിന്റെ പ്രൊഡക്ഷൻ ആയാലും കാൻഡീസിന്റെ പ്രൊഡക്ഷനിലൊക്കെ നമ്മൾ മാൾട്ടോസ് ആണ് സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ട്രഹലോസ്, 4ാമത്തെ എക്സാമ്പിളാണ് ട്രഹലോസ്. ഇതും മാൾട്ടോസിനെ പോലെ തന്നെ 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ വെച്ചിട്ടാണ് ഇതും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ ലിങ്കേജ് ഡിഫറെന്റ് ആണ്. C1 to C1, ആൽഫ 1 to ആൽഫ 1. C1 to C1 ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇറ്റ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. അപ്പൊ ഇതിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാല് ഈ ഇൻസെക്ട്സില് ലൈക്ക് ബീസില്, ഗ്രാസ് ഹോപ്പർ ആൻഡ് ബട്ടർഫ്ലൈസിലൊക്കെ ബ്ലഡ് ഷുഗർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ട്രഹലോസ് ആണ്. ബ്ലഡ് ഷുഗർ ഇൻ ഇൻസെക്ട്സ് ലൈക്ക് ബീസ്, ഗ്രാസ് ഹോപ്പർ ആൻഡ് ബട്ടർഫ്ലൈസ്. പിന്നെ വേറെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ സം ആൽഗേസിലും ഫംഗൈയിലൊക്കെ ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടേഷനും അല്ലെങ്കിൽ ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു
ഷുഗർ ആണ്, അല്ലെങ്കിൽ ഡൈസാക്രൈഡ് ആണ് ട്രഹലോസ്. in algae and fungi. Okay, അടുത്ത എക്സാമ്പിൾ ഓഫ് ഡൈസാക്രൈഡ് ആണ് cellulose. Cellulose is also made with 2 molecules of glucose. അതിന് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ β1-4, which is C1-C4. Therefore, it is a reducing sugar. ഇനി ഇതിന്റെ ഫംഗ്ഷൻ, നമ്മുടെ cellulose is a main component of plant cell wall. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡൈസാക്രൈഡിന്റെ ഫംഗ്ഷൻ, സിഗ്നിഫിക്കൻസ്, എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത്. ഇനി കുറച്ചും കൂടി ഉണ്ട്, അപ്പം ഇത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാനിവിടെ നിർത്താണ് നമ്മുടെ ക്ലാസ്. ഇനി അടുത്ത 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എന്നുവെച്ചാൽ നമ്മുടെ കോംപ്ലക്സ് ഷുഗറിന്റെ ക്ലാസിഫിക്കേഷൻസും കൂടി പറയാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിങ് മീ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഇപ്പോൾ ബയോകെമിസ്ട്രിയിലോ എന്തെങ്കിലും ടോപ്പിക് ഡൗട്ട്, ബയോകെമിസ്ട്രിയിലോ നമ്മുടെ മോളിക്കുലാർ ബയോളജിയിലോ അല്ലെങ്കിൽ +2 വരെയുള്ള ഏതെങ്കിലും ബയോളജി ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഞാൻ അതിനെപ്പറ്റി ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.